നമുക്ക് ഇന്നത്തെ ഗൈഡൻസ്, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ വളരെ നല്ല കാർഡാണ് കിട്ടിയിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ. നിങ്ങൾക്ക് ഈശ്വരൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഹാവ് ഫെയ്ത്ത്, വെയിറ്റ് ആൻഡ് റിജോയ്സ് ഫോർ യു ആർ ഡയറക്ട്ലി അണ്ടർ ദ ലവിംഗ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ സുപ്രീം ലോർഡ് ഹിംസെൽഫ്. ഇതിൽ പോലെ എന്താ വേണ്ടത്? വിശ്വസിക്കുക, കാത്തിരിക്കുക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സർവേശ്വരൻ്റെ പ്രൊട്ടക്ഷനിലാണ്. ലവിംഗ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചശക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുവാണ്. എന്ത് പ്രശ്നം വന്നാലും ഭയക്കേണ്ടതില്ല, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായി. ലോ ഓഫ് കർമ്മ, പേ ഫോർ യുവർ ഡീഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോ ഓഫ് കർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു ഫലം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതേ സമയത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമ്മൾ തെറ്റ് തിരുത്തും. അതിനുള്ള പാഠങ്ങൾ, ലെസൺസ് നമുക്ക് തരും. അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാഠിന്യം അനുസരിച്ച് ആ ലെസൺസ് അതിനനുസരിച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. അതാണ് ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ തെറ്റ് തിരുത്താൻ, നമ്മളിത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് പാഠങ്ങൾ തരുന്നതാണെന്ന് മനസ്സിലാക്കുക. അതൊരു പണിഷ്മെൻ്റ് ആയിട്ട് കണക്കാക്കരുത്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സ് നമുക്ക് ഇമ്പോസിഷൻ തന്നിട്ടുണ്ടാവും. അതൊരു പണിഷ്മെൻ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് തിരുത്തി ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ളതാണ്. ആ രീതിയിൽ കാണുക. യൂണിവേഴ്സിനോട് സ്നേഹത്തോടു കൂടി മാപ്പപേക്ഷിക്കുക. അടുത്തതായിട്ട് പലരും വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന പലരുടെ എനർജി ലഭിക്കുന്നുണ്ട്. വളരെ സങ്കടത്തിലാണ്. എന്തുകൊണ്ടാണ് ഇതിനൊരു അവസാനമില്ലേ എന്നുള്ളൊരു അങ്ങനെയുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യത്തെ പ്രൊട്ടക്ഷൻ മെസ്സേജ് തന്നെ വന്നത്. നിങ്ങൾ ധൈര്യത്തോട് കൂടി ഇരിക്കാനാണ് പറയുന്നത്. ഏത് നിമിഷത്തിൽ നിങ്ങളുടെ ധൈര്യം പോകുന്നു അതോടുകൂടി എല്ലാം പോകുന്നു മനസ്സിലാക്കുക. വിശ്വാസം ഉണ്ടായിരിക്കുക. ബാക്കിയുള്ളതെല്ലാം നല്ല രീതിയിൽ വരും. എവറി സിറ്റുവേഷൻ പെയിൻഫുൾ ഓർ ജോയസ് ഈസ് വെൽ റിട്ടൺ ഫോർ us. See it as an observer and not as a participant. Focus on the totality of your eternal journey. Treat joy and sorrow in the same way, death and a new beginning. ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന പെയിൻഫുൾ ആയിട്ടുള്ള പല അനുഭവങ്ങളും ചില കാര്യങ്ങൾ അവസാനിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു പുതിയ തുടക്കത്തിന് തയ്യാറായിരിക്കുക. ഡെത്ത് എന്തായാലും വേദനാജനകമാണ്. പക്ഷേ ഡെത്ത് ഒന്നിൻ്റെ അവസാനം, ഡെത്ത് മീൻസ് എൻഡിങ്. ഒന്നും അവസാനിക്കുന്നില്ല. അവസാനിക്കുന്നിടത്താണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ഒരു സാക്ഷിഭാവത്തിൽ എല്ലാം കാണാനാണ് പറയുന്നത്. അത് ശരിക്കും സ്പിരിച്വൽ മെസ്സേജാണ്. സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ ആത്മാവിനല്ല സംഭവിക്കുന്നത്, ശരീരത്തിലാണ്. അതിൻ്റെ ശരീരവും ആത്മാവും കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ആത്മാവ് ഉയരുകയാണ് എന്ന് മനസ്സിലാക്കുക.